السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها، قد أفلح من زكاها وقد خاب من دساها. ഈ മഹത്തായ സമ്മേളനത്തിന്റെ വേദിയെ ധന്യമാക്കിയിട്ടുള്ള ബഹുമാന്യരെ, കുമരനെല്ലൂരിലെ നല്ലവരായ നാട്ടുകാരെ, ഉച്ചഭാഷിണിയുടെ ശബ്ദം വളരെ ദൂരെ സംവിധാനിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആത്മീയതയെ വളരെ മനോഹരമായി തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വാണിജ്യവൽക്കരിക്കുന്ന പൗരോഹിത്യത്തിനെതിരെയുള്ള അതിശക്തവും വിപുലവും പ്രമാണ നിബദ്ധവുമായ ഒരു മഹാപോരാട്ടത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ചിന്തിക്കുന്ന ജനപദത്തിന്റെ മുമ്പിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലം അത് ശക്തമായി ആവശ്യപ്പെടുന്നു എന്നത് മാത്രമല്ല, ഇസ്ലാമിക നവോത്ഥാന ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ജീർണതയുടെ കൊടുമുടിയിലെത്തിയ ഒരു സമൂഹത്തെ നവോത്ഥാനത്തിന്റെ സുന്ദരമായ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാവിപ്ലവകാരികളുടെ ചരിത്രമുറങ്ങുന്ന കേരളത്തിന്റെ മണ്ണിൽ ആത്മീയതയിലൂടെ കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന പ്രബല മത സമൂഹങ്ങളെല്ലാം ജീവിക്കുന്ന ഒരു നാട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ ആത്മീയത കൊണ്ട് മതമുദ്ദേശിക്കുന്നത്?
ആത്മീയതയിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ വിമോചനമാണോ, അല്ല പൗരോഹിത്യത്തിന്റെ സാമ്പത്തികമായ ഉന്നമനമാണോ ലക്ഷ്യം വെക്കുന്നത് എന്ന ചർച്ചയും കൂടിയാണിത്. കാലം ചരിത്രത്തിൽ കരിനിഴൽ വീഴ്ത്തിയ പല കാരണങ്ങൾ കൊണ്ട് അവ്യക്തതകൾ സൃഷ്ടിച്ച ചരിത്രത്തെ ഒരിക്കലും തെറ്റുപറ്റാത്ത വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സച്ചരിതരായ സഹാബ കിറാമിന്റെ ജീവൽഗന്ധിയായ ചരിത്രത്തിന്റെയും പിൻബലത്തോടെ അവതരിപ്പിക്കുക, ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഓരോ പ്രബോധകന്റെയും ലക്ഷ്യം. നമുക്കിവിടെ ഒരുപാട് വിഷയങ്ങൾ അനാവരണം ചെയ്യാനുണ്ട്. മുസ്ലിം സംഘടനകളിൽ എല്ലാ ടൈപ്പ് സംഘടനകളും നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയായിരിക്കും ഈ കുമരനെല്ലൂർ പോലെയുള്ള ഈ പ്രദേശം. ശാന്തമായി ചിന്തിക്കണമെന്നാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിൽ ഏതൊരു ജീർണതയെ എതിർക്കുന്നതും ഭൗതികമായ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടല്ല. വരാനിരിക്കുന്ന ഒരു ഇലക്ഷനിൽ അധികാരങ്ങളുടെ സോപാനങ്ങൾ കയറി ചെല്ലാനുള്ള മോഹങ്ങളുടെ അടിസ്ഥാനത്തിലുമല്ല, മറിച്ച് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുമ്പോൾ നരകമെന്ന് പറയുന്ന ഭയാനകരമായ നഷ്ടത്തിന്റെ കേന്ദ്രത്തിൽ മനുഷ്യരായി പിറന്ന ഒരാളും ഉണ്ടാകരുത് എന്ന അങ്ങേയറ്റത്തെ മാനവിക സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രഭാഷണമാണ്. മനുഷ്യരെ ഒന്നടങ്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവാചകന്മാർ ലോകത്ത് അവരുടെ പ്രബോധനത്തെ കെട്ടിപ്പടുത്തതും നിലനിർത്തിയത്. പ്രവാചകന്മാർ ഒരിക്കലും സമൂഹത്തിൽ ഒരു ചൂഷകരായി പ്രത്യക്ഷപ്പെട്ട ചരിത്രമില്ല ഖുർആനിൽ. ഞങ്ങളുടെ പണം വിഴുങ്ങിയ ഒരു കള്ളപ്രവാചകൻ എന്ന് പറയാൻ അള്ളാഹു തെരഞ്ഞെടുത്തയച്ച ഒരു പ്രവാചകന്മാർക്കും അത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല. ആ സമൂഹം ഒരിക്കലും ആ പ്രവാചകന്മാർ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് താത്വികമായി പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാർ ലോകത്ത് വന്നു, അവർ ജനങ്ങളെ പ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് ക്ഷണിച്ചു. നേർക്കുനേരെയുള്ള അവ്യക്തതകൾ തെല്ലും കടന്നു വരാത്ത വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്ത ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമതായി, ഇസ്ലാം എന്ന് പറയുന്ന മതം അത് ഒരു വ്യക്തിയുടെ ചിന്തകളിൽ ഉത്ഭൂതമായിട്ടുള്ള ഒരാശയമല്ല, മറിച്ച് പരമകാരുണ്യനായ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ദൈവിക ദർശനമാണ് ഇസ്ലാം. 714 കോടി മനുഷ്യരെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ചൂഷണമുക്തമായ ഒരു ആദർശം, പാവങ്ങളെ ചൂഷണം ചെയ്ത് പൗരോഹിത്യത്തിന്റെ പോക്കറ്റ് സജീവമാക്കുന്ന എക്കാലഘട്ടത്തിലും വിമർശിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ശൈലി ഇസ്ലാമിനില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത് പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ വന്ന വിശ്വാചാര്യൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. പൗരോഹിത്യത്തിന്റെ കരാളാസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകൻ എങ്ങനെ പുരോഹിതനാകും? ചൂഷണം ചെയ്തിരുന്ന ഒരു സമൂഹത്തിന്റെ കൈകളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകൻ പഠിപ്പിച്ച ദർശനം എങ്ങനെ പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ദർശനമാകും? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر
വയുഹില്ലു ലഹുമുത് ത്വയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളഉ അൻഹും മിസ്റഹും വൽ അലാലല്ലതി കാനത് അലൈഹിം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മനോഹരമായ വാക്കുകൾ. 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 157-ാമത്തെ വചനമാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പൂർവ്വവേദങ്ങളിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായ പ്രവാചകൻ, അക്ഷരജ്ഞാനമില്ലാത്ത ഒരു ജനപദത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകൻ ചെയ്തിരുന്ന ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെ: അദ്ദേഹം നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും പൗരോഹിത്യം ചാർത്തിയ ചങ്ങലക്കെട്ടുകളെ ഇല്ലായ്മ ചെയ്യുകയും ആ പൗരോഹിത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ. അപ്പൊ പൗരോഹിത്യം അവിടെ എന്താ ചെയ്തത്? പൗരോഹിത്യം മതം വിറ്റ് കാശുണ്ടാക്കി ആത്മീയ ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളായി പൗരോഹിത്യം സ്ഥാപിച്ച പലതുമുണ്ടായിരുന്നു. അവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ച പ്രവാചകദിനമേനി ഇതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായി വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിൽ 45-46 വചനങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. 2 ആയത്തുകൾ നിങ്ങൾ നേർക്കുനേരെ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവബഹുലമായ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിന്റെയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ദീന് പഠിക്കുകയും അവ്യക്തതകളുടെ സൂചിപ്പെട്ട് കടന്നു വന്നാൽ അത് തിരുത്തിക്കൊടുത്ത് പരിശുദ്ധരാവുകയും ചെയ്ത സ്വഹാബാ കിറാം അവരുടെയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയാൻ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലയോ പ്രവാചകരെ, അങ്ങ് ആരാണ്? അങ്ങ് ഷാഹിദാണ്, ജനങ്ങൾക്ക് മാതൃകായോഗ്യനായ പ്രവാചകനാണ്. തീർന്നില്ല. നരകത്തെക്കുറിച്ചുള്ള താക്കീത്, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത പ്രവാചകന്മാർ അതിന് വന്നതാ. മാത്രവുമല്ല വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വന്ന പ്രവാചകൻ. പ്രവാചകന്റെ പ്രത്യേകത എന്താ? അമ്പിയാക്കളിലേക്ക് ക്ഷണിക്കാൻ വന്ന ആളല്ല പ്രവാചകൻ, ദർഗകളിലേക്ക് ക്ഷണിക്കാൻ വന്ന ആളല്ല പ്രവാചകൻ. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് മുന്നിൽ വെച്ച് ആ മുഅ്ജിസത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തൊരാചാര്യനായിട്ടല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പഠിപ്പിച്ചത്. ഔലിയാക്കളുടെ കറാമത്തുകളെ മുന്നിൽ കാണിച്ച് ആ കറാമത്തുകൾ വിറ്റ് ആ കറാമത്തിന്റെ ബലത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് യാത്ര തിരിച്ച ഒരു നേതാവായിട്ടല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം പരിചയപ്പെടുത്തിയത്. ഈ ലോകത്തോട് വിട പറയുമ്പോ അവസാനമായി കയ്യിലുണ്ടായിരുന്ന 7 ദീനാർ അത് ദാനം ചെയ്ത് മരിച്ച പ്രവാചക ചക്രവർത്തിയെയാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ജനങ്ങളെ അള്ളാഹുവിലേക്ക് നയിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെയൊക്കെ പ്രബോധനത്തിന്റെ ദൗത്യം. ഇന്ന് നിങ്ങൾ നോക്ക്, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്തു നിൽക്കുന്ന പൗരോഹിത്യം അവരാരിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്? അള്ളാഹുവിലേക്കാണോ? അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ദഅവത്താണോ? സൂക്ഷ്മമായി നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഒരു സമൂഹത്തിൽ ഒരു സഖാഫി വന്ന് പ്രസംഗിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലൊരു ധാരണയാണോ ഉണ്ടാവുക? അല്ല അള്ളാന്റെ ഔലിയാക്കളെ കുറിച്ചൊരു നല്ല ധാരണയാണോ ഉണ്ടാവുക? വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു ഇല്ലെങ്കിലും ഔലിയാക്കൾ മതി നമുക്ക്, അള്ളാഹു ഇല്ലെങ്കിലും അമ്പിയാക്കൾ മതി നമുക്ക് എന്നൊരു മെസ്സേജാണ് ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടാ കിട്ടുക. അള്ളാഹുവിന് ഒരു ഗാംഭീര്യവും ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടാ കിട്ടൂല. മറിച്ച് മുജാഹിദുകളുടെ ഒരു പ്രസംഗം കേട്ടാൽ അള്ളാഹുവിനെ കുറിച്ചൊരു വക്കാറ്. അതുകൊണ്ടാണ് അക്കാലഘട്ടത്തിലെ പൗരോഹിത്യം
വദ്ദിനെ കുറിച്ച് പറഞ്ഞു, സുവാഹിനെ കുറിച്ച് പറഞ്ഞു, യഹൂസിനെ കുറിച്ച് പറഞ്ഞു, യഹൂക്കിനെ കുറിച്ച് പറഞ്ഞു, നസറിനെ കുറിച്ച് പറഞ്ഞു. അതാണ്. അതുകൊണ്ടാണ് വക്കാലല്ലദീന കഫറു, ആ സത്യനിഷേധികളായ ആളുകൾ അവര് പറഞ്ഞത് എന്താണ്? ലാ തദറുന്ന ആലിയതക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഹൂസ വയഹൂക വനസ്റ. 71-ാം അധ്യായം 28 ആയത്തുകളാണ് അതിലുള്ളത്. 5 മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന സൊസൈറ്റിയിലെ പൗരോഹിത്യൻ നൂഹ് നബിക്കെതിരെ പറഞ്ഞത്, ഈ 5 ഔലിയാക്കളെ ഒരു കാരണവശാലും നിങ്ങൾ കൈയൊയ്യരുത് എന്നാണ്. നൂഹ് നബി അവരോട് ചോദിച്ചതോ, മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് നിങ്ങളൊരു വക്കാറ് കാണുന്നില്ലേ? കേരളത്തിലും അങ്ങനെയാണ്. മുജാഹിദുകൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും, പൗരോഹിത്യം ദർഗകളിലേക്ക് ക്ഷണിക്കുന്നു, പൗരോഹിത്യം ഔലിയാക്കളിലേക്ക് ക്ഷണിക്കുന്നു. വളരെ വ്യക്തമാണ് ഈ റൂട്ട്. ഒന്ന് പുരോഹിതന്മാരുടെ റൂട്ട്, ഒന്ന് പ്രവാചകന്മാരുടെ റൂട്ട്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു പ്രവാചകന്മാരുടെ റൂട്ട് സ്വീകരിക്കാൻ, പൗരോഹിത്യം പറയുന്നു അവർ പ്രചരിപ്പിക്കുന്ന റൂട്ട് സ്വീകരിക്കാൻ. നമ്മൾ ഏത് സ്വീകരിക്കണം? അത് സ്വീകരിക്കുമ്പോഴാണ് ആത്മീയതയും കപടാത്മീയതയും വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുക. നിങ്ങൾ നോക്ക്, നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ആരംഭിക്കുക. വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. ഖുർആനിലെ 21-ാം അധ്യായം 73-ാമത്തെ വചനം. നേർക്ക് നേരെ ചിന്തിക്കുന്നവരോടാണ് സംസാരം. അപ്രകാരം നമ്മുടെ കൽപ്പന പ്രകാരം നാം പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തയച്ചു. പ്രവാചകന്മാരെ നാം തെരഞ്ഞെടുത്തു. ആര് തെരഞ്ഞെടുത്തു? അള്ളാഹു തെരഞ്ഞെടുത്തു. അള്ളാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്, നാട്ടുകാരല്ല. കുറെ ആളുകൾ കൂടിയിട്ടൊരു കമറുലലമാ പട്ടം കൊടുത്തതല്ല, ഒരു സംശുലലമാ പട്ടം കൊടുത്തതല്ല, ഒരു താജുലലമാ പട്ടം സ്വയം നേടിയെടുത്തതല്ല, അള്ള കൊടുത്തതാണ്. ഈ ഒരു വ്യത്യാസം പ്രത്യേകം നോട്ട് ചെയ്യണം. അള്ള തെരഞ്ഞെടുത്തു. എന്നിട്ട് അള്ള പറയാണ്, നിങ്ങൾ അവരെ പിന്തുടർന്നോളൂ, അമ്പിയാക്കളെ പിന്തുടർന്നോളൂ. കാരണം എന്താ? എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് എന്ത് ഇഷ്ടമല്ല, എന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെ എന്നെ ആരാധിച്ചുകൂടാ, ഇത് ഞാൻ പഠിപ്പിക്കുന്നത് ജിബ്രീൽ മുഖാന്തരം വഹി നൽകിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും അവരുടെ പാത നിങ്ങൾ സ്വീകരിക്കണമെന്നും അവരുടെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അല്ലാഹു പറയുന്ന ആയത്ത് നോക്കിയേ, വഔഹാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. എന്താണ് പുണ്യകരം? അത് അമ്പിയാക്കളെ സ്വയം പറയുകയല്ല. ഇന്ന ദിക്ർ പുണ്യമാണ്, ഇന്ന സലാത്ത് പുണ്യമാണ്, ഇന്ന ഒരുമിച്ചുകൂടൽ പുണ്യമാണ്, ഇന്ന ദിക്ർ ഹൽക്ക പുണ്യമാണ്. അങ്ങനെയല്ല. വഔഹാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. അവരിലേക്ക് നാം ദിവ്യബോധനം നൽകി. ഏതാണ് ഖൈറാത്ത്? എന്താണ് പുണ്യം? പുണ്യകരമായ കാര്യം. ഏത് ദിക്ർ ചൊല്ലിയാ പുണ്യുണ്ട്, ഏത് സ്വലാത്ത് നിർവഹിച്ചാ പുണ്യുണ്ട്, എങ്ങനെ അല്ലാഹുവിനെ ആരാധിക്കണം. ഇത് അമ്പിയാക്കൾ സ്വയം മെനഞ്ഞെടുക്കുകയല്ല. കമാലിയ സ്വലാത്ത് ആരാണ്ടാക്കി? നാരിയാത്തു സ്വലാത്ത് ആരാണ്ടാക്കി? താജു സ്വലാത്ത് ആരാണ്ടാക്കി? റസൂൽ പഠിപ്പിച്ചതല്ല, അല്ല. സഹാബികൾ പഠിച്ചതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വഹി നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്കുള്ള വഴിയായി പഠിപ്പിച്ചതല്ല. വിഷയം വളരെ ഗൗരവമാണ്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായത്തിലെ 73-ൽ പറയുന്നത്, അമ്പിയാക്കളെ നിങ്ങൾ സ്വീകരിച്ചോളൂ, കാരണം അവർക്ക് എന്താണ് പുണ്യമെന്ന് അവർ ചിന്തിച്ച് നിങ്ങളെ പഠിപ്പിച്ചതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിച്ചതാണ്. എന്റെ ചോദ്യം, ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു പഠിപ്പിച്ച ദീനിനേക്കാൾ, അല്ലാഹു വഹി നൽകിയ ദീനിനേക്കാൾ, അല്ലാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരെക്കാൾ നമുക്കെങ്ങനെ പല ഹോജാക്കളും ഇവരെക്കാളൊക്കെ വലിയ ആളുകളായി? വളരെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണിത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്ക് നിങ്ങൾക്കറിയാലോ, അള്ളാന്റെ കൂട്ടുകാരൻ. വളരെ ദൂരെ നിന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരുണ്ടാവും. എന്നൊരു സൗകര്യമുണ്ട്, ആ വളവിലും അപ്പുറത്തും ഒക്കെ എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്റർ അകലെ വരെ ശബ്ദം കേൾക്കത്തക്ക രൂപത്തിലാണ് കേബിനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വളരെ ദൂരെ നിന്ന് നിങ്ങൾ കേട്ടാ മതി. നിങ്ങൾ മുജാഹിദുകളുടെ കേൾക്കുന്നു എന്ന് ആരും കാണണ്ട. എവിടെയെങ്കിലും നിന്നിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിമാരിൽ ഒരാളാണ് ആര്? ഖലീലുള്ള, അള്ളാന്റെ കൂട്ടുകാരൻ.
തീർന്നില്ല. മില്ലത അബീകും ഇബ്രാഹീമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അത് നിങ്ങൾ പിന്തുടരണം. നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇവിടെ അള്ളാഹു പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് പിന്തുടരാനാണ്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 78-ാമത്തെ വചനം. തീർന്നില്ല. വമൻ യർഅബു അൻ മില്ലത്തി ഇബ്രാഹിം സൂറത്ത് ബഖറ 2-ാം അധ്യായം 130-ാമത്തെ വചനം. ഇബ്രാഹിമി മില്ലത്തല്ലാത്തൊരു മില്ലത്തിനെ നിങ്ങൾ പിന്തുടർന്നാൽ അവൻ ബോഷ്കനാണ്, പടുവിട്ടിയാണ് എന്ന് അള്ളാഹു പറയും. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഖദ് കാനത്തു ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ. ഉണ്ടോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. 60-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. അപ്പൊ 3 സൂക്തങ്ങളിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ര പോരിശയാക്കപ്പെട്ട പ്രവാചകനാണ്. എന്നാൽ ഇബ്രാഹിം നബി പോലും സ്വന്തമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ കൈഫിയത്ത് ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹിനെ ആരാധിക്കണമെന്ന് ഇബ്രാഹിം നബിക്ക് അറിയാം. പക്ഷെ എങ്ങനെയാണ് അള്ളാഹിനെ ആരാധിക്കേണ്ടത്, അതിന്റെ കൈഫിയത്ത് എന്താണ്, അത് അദ്ദേഹം അള്ളാഹിനോട് ചോദിക്കുകയാണ്. അതെവിടെ ഉള്ളത്? പോയിന്റുകളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലേ നരകത്തിൽ. ശരിക്കും മനസ്സിലാക്കി ഒന്നിന്റെയും മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങളോട് ആരോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ആരോടും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഏത് ചെറ്റക്കുടിലും ഏത് ഭവനങ്ങളിലും നിങ്ങൾ ജീവിക്കുമ്പോ സാക്ഷാൽ മുഅ്മിനുകളായി ജീവിക്കണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. സൂറത്ത് ബഖറ 128-ാമത്തെ വചനം. എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയും. ജീവിതത്തിൽ ഒരുപക്ഷേ ഇത്രയേറെ ആയത്ത് മുജാഹിദുകളിൽ നിന്നല്ലാതെ ഒരു സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഇത്രയേറെ വിശദീകരണവും നിങ്ങൾക്ക് വേറൊരു ടീമിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയില്ല. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം. എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ കണ്ട് പറയും. 38, 48 എന്ന് പറഞ്ഞിങ്ങനെ എല്ലാ ആയത്തിന് പേര് തെറ്റിപ്പോണ്ടാന്ന് പേരും. സുന്നികൾ 2 മണിക്കൂർ അത് പറഞ്ഞാൽ ആകെ ഒരായത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ ഭാഗത്തിലുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുതുറേ ഓതും. ഇനി ഇതിന് നാളെ ഒരു മറുപടി ഉണ്ടെങ്കിൽ പോലും എന്താ ഉണ്ടാവും അറിയോ? എന്റെ ഒരു അടിപ്പാവാടന്റെ ഒരു 10 ക്ലിപ്പിംഗ് ഇടും. ദൈവം പറയുന്നത് വെറുതെ പറയല്ല, കുറെ ക്ലിപ്പിംഗ് ഇങ്ങനെ ഇടും. ഒരു 10-38 എണ്ണം നിരിച്ചിരിക്കും, തക്ബീറിലും. എന്നിട്ട് ബിരിയാണി നെയ്ച്ചോറും തിന്നും, AC കാറ് കയറും, പോവും, ടീഷർട്ടും പൈസയും വാങ്ങും. ഒരായത്ത് ഓതൂല, ഒരു ഹദീസ് ഉദ്ധരിക്കൂല, ഒരു തെളിവുദ്ധരിക്കൂല. 10-40 ക്ലിപ്പിംഗ് ഇട്ട് 3-3.5 മണിക്കൂർ കഴിച്ചു കൂട്ടും. എന്നാൽ ഇതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബന അല്ലാഹ് റബ്ബേ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ, അടിവരയിട്ടോളൂ, വഅരിനാ മനാസികന. അല്ലാഹ് നിന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അത് അല്ലാഹ് നീ കാണിച്ചു തരണം. കണ്ടോ, അല്ലാഹ് എനിക്ക് തോന്നിയ ഒരു നല്ല ഐഡിയോളജി അതനുസരിച്ച് ഞാൻ നിന്നെ ആരാധിച്ചു കൊള്ളാന്നല്ല. അല്ലാഹുവേ നിന്നെ ആരാധിക്കേണ്ടതിന്റെ കൈഫിയത്ത് അതെനിക്കറിയില്ല, അത് നീ പഠിപ്പിച്ചു തരണം. കാരണം ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണ്, അല്ലാഹനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. മനുഷ്യരെ സൃഷ്ടിച്ചത് അതിനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുതഇമൂൻ. അദ്ദാരിയാത്ത് 51-ാം അധ്യായം 56-57 വചനങ്ങൾ. മനുഷ്യരെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹനെ ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് അള്ളാഹനെ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും സ്വന്തമായ ഒരു ആരാധനാ രീതി ഉണ്ടാക്കിയിട്ടില്ല. ഈ വസ്തുത നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്റെ വിഷയത്തിന്റെ മർമ്മം ഉൾക്കൊള്ളാൻ ഈ ഒരു ആമുഖം അനിവാര്യമാണ്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്സൂമായ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന എല്ലാ പോലീസുടെയും ഉടമയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട്, നല്ലതല്ലേ എന്നതുകൊണ്ട് ഒരു കാര്യം ദീനിൽ കടത്തിക്കൂട്ടാൻ അവകാശമുണ്ടോ? ഉണ്ടോ? പറയാൻ അവകാശമുണ്ടോ? നല്ലതല്ലേ എന്ന നിലയിൽ ഒരു വാക്ക് പറയാൻ അവകാശമുണ്ടോ? അള്ളാഹ് കൊടുത്തിട്ടുണ്ടോ? ഈ പോയിന്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ദൂരെ നിന്ന് കേൾക്കുന്നവരോടും വളരെ വിനീതമായി നിങ്ങളുടെ പരലോകമോർത്ത് ഞങ്ങളുടെയും പരലോകമോർത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ കൂടുതൽ പറയാൻ കാലു മഅദിറതൻ
ഇലാ റബ്ബിക്കും വലഅല്ലക്കും യത്തഖൂൻ. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 164-ാമത്തെ വചനം. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞിരുന്നു, അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം. അവർ ഒരുപക്ഷെ സൂക്ഷിച്ചേക്കാം. 2 കാര്യങ്ങൾ: ഒന്ന് സ്വയം രക്ഷപ്പെടുക, 2 അവരെ രക്ഷപ്പെടുത്തുക. അല്ലേ? ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും മഅസൂമായ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു വാക്ക് കെട്ടിച്ചമച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ എന്തു ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞത്? അള്ളാഹു അദ്ദേഹത്തെ അംഗീകരിക്കുന്നാണോ പറഞ്ഞത്? അത് കുഴപ്പമില്ല, എന്റെ പ്രവാചകൻ മുഹമ്മദ് അല്ലേ എന്ന് കരുതും എന്നാണോ അള്ള പറഞ്ഞത്? അല്ല. പിന്നെ അള്ള പറഞ്ഞതെന്നറിയോ? ഒരൊറ്റ വാക്ക്, ഒരു സലാത്തല്ല, ഒരു സെന്റൻസ് അല്ല, ഒരു പുതിയ ദിക്റല്ല, ഒരു പുതിയ ആരാധനാ രീതിയല്ല, ഒരേ ഒരു വാക്ക്. അള്ളാഹുവിന്റെ പേരിൽ റസൂലെങ്ങാനും അള്ള പറയാത്തത് പറഞ്ഞാൽ, ഖുർആനാട്ടോ കേട്ടോളി, എന്താ സംഭവിക്കുക? അള്ളാന്റെ റസൂലിന്റെ ജീവനാടി അള്ള വലത് കൈകൊണ്ട് പിടിച്ചിട്ട് പൊട്ടിച്ചു കളയുന്നാണ് അള്ള പറയും. കേട്ടിട്ടില്ലേ നമ്മുടെ മുസ്ലിം സമുദായം? ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം അത് പഠിപ്പിച്ചാൽ പിന്നെ എങ്ങനെ കമാലിയ സലാത്ത് ഉണ്ടാക്കുക? പിന്നെ എങ്ങനെ നാരിയാത്ത് സലാത്ത് ഉണ്ടാക്കുക? പിന്നെ എങ്ങനെ അവർക്ക് തോന്നിയ ഒരു സലാത്തും ദിക്റും ഉണ്ടാക്കുക? അവർക്ക് തോന്നിയ ഒരു പുതിയ രീതി ഉണ്ടാക്കുക? അതുകൊണ്ട് അല്ലാഹു 69-ാം അധ്യായം അൽഹാഖത്തു മൽഹാഖ, ആ അധ്യായത്തിലെ 44, 45, 46, 47 വചനങ്ങൾ നിങ്ങൾ വായിക്കണം. വലൗ തഖവ്വല അലൈന ബഅദൽ ലഖാവി ലഅഖദന മിൻഹു ബിൽ യമീൻ തുമ്മ ലഖതഅന. ശരിക്കും ശ്രദ്ധിക്കണം ഓരോന്നും. അല്ലാഹുവിന്റെ റസൂലെങ്ങാൻ അല്ലാഹുവിന്റെ പേരിൽ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തെ ലഅഖദന മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലത് കൈകൊണ്ട് റസൂലിനെ പിടിക്കും. സുമ്മ ലഖതഅന, പിന്നെ നാം മുറിച്ചു കളയും. എന്ത്? അദ്ദേഹത്തിന്റെ ജീവനാടി ഞാൻ പൊട്ടിച്ചു കളയും. എന്റെ പിടുത്തത്തിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർപെടുത്തിയെടുക്കാൻ ശക്തിയുള്ളവരായി ഒരാളെയും നിങ്ങൾക്ക് ഈ അണ്ഡഘടാഹത്തിൽ കണ്ടെത്താൻ സാധ്യമല്ല. വല്ലാത്ത വാക്കുകൾ. റഹ്മാനായ പരമകാരുണികനായ റബ്ബിന്റെ വാക്ക്. അത് ഉസ്താദ് പറഞ്ഞതല്ലേ? തെറ്റൂല. ഉസ്താദല്ലേ നല്ലൊരു ദിക്ർ ഉണ്ടാക്കിയ എന്തോ കുഴപ്പം? നല്ലൊരു സലാത്ത് ഉണ്ടാക്കിയ എന്തോ കുഴപ്പം? അള്ളാന്റെ റസൂലിന് പാടില്ല യുവാവേ, അള്ളാഹുവിന്റെ റസൂലിന് പാടില്ല സഹോദര. മുസ്ലിം സംഘടനകളിൽ, വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോട് ആഖിറം ഓർത്തിട്ട്, ഏത് ആഖിറം? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതന അത്വാനല്ലാഹ് വഅത്വാന റസൂല എന്ന് പറയുന്ന ഒരു പരലോകമല്ലേ? മുഖം കുത്തി നരകത്തിൽ വീണിട്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സാദത്തനാ വകുബറാഅന ഫഅളൂന സബീല. സാദാത്യങ്ങളെയും കുബറായികളെയും അംഗീകരിച്ചതിന്റെ ദുരന്തമാണല്ലോ ഇത് എന്ന് അവിടെ വന്ന് പറയുകയും, റബ്ബനാ ആതിൽ ലൈഫൈന മിനൽ അദാബ്, പടച്ചവനെ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 66, 67, 68 വചനങ്ങൾ വായിക്കണം, പഠിക്കണം. നാളെ പരലോകത്ത് വന്നിട്ട് കൈകടിക്കരുത്. നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറയുന്ന ആ പരലോകത്ത്, അതേ വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ചേലാകർമ്മം ചെയ്യാത്തവരായി. പടച്ചോന്റെ വാക്കുകളാണ്, വഹാബികളുടെ വാക്കുകളല്ല, കെ മൗലവിയുടെ വാക്കുകളല്ല, അല്ല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാക്കുകളല്ല, ഒരു നജ്ദിയൻ സിദ്ധാന്തം അവതരിപ്പിക്കുകയല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം മാനവരാശിയെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്ത്? നാളെ മഹ്ശറയിൽ മനുഷ്യർ വരുമ്പോ ഉടുക്കാത്തവരായി, ഡ്രസ്സ് ധരിക്കാത്തവരായി, ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി അള്ളാഹുവിന്റെ മുമ്പിൽ അവർ വരും, ഒറ്റക്കൊറ്റക്ക്. ആ ദിവസത്തിലെ രക്ഷ 6-ാം അധ്യായം 94-ാമത്തെ വചനമാണ് സഹോദരങ്ങളെ. ആയതുകൊണ്ട് ഒരു കാര്യം വളരെ ഗൗരവമായി തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ദീനിലൊരു കാര്യം കൊണ്ടുവരാൻ അവകാശമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവകാശമുണ്ടാവും? ഒരു സഖാഫിക്കോ ഒരു തങ്ങൾക്കോ ഒരു ഖലീൽ തങ്ങൾക്കോ എങ്ങനെ അവകാശമുണ്ടാവും? അള്ളാഹുവിന്റെ റസൂലിന് പോലും, സഹാബികൾക്ക് പിന്നെയല്ലേ, അള്ളാഹുവിന്റെ റസൂലിന് പോലും ഉണ്ടായിട്ടില്ല.
ഏതെങ്കിലും ഒരു രംഗത്ത് അമ്പിയാക്കളുടെ ഒരു നിഗമനത്തിൽ അവരെത്തിയാൽ അള്ളാഹു തിരുത്തി കൊടുത്തിട്ടേ ഉള്ളൂ. അറിയാലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുശ്രിക്കായ ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആ കതുക്കാനത്തിലെത്തും എന്ന് പറഞ്ഞു തുടങ്ങുന്ന 60-ാം അധ്യായം സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ വാചകത്തിൽ പറഞ്ഞെന്താ? ഇല്ലാ ഖൗല ഇബ്രാഹിം നബിയുടെ ഒരു വാക്കൊഴികെ. അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം ഒന്ന് അടിവരയിട്ട് നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ട മുസ്ലിം സംഘടനകളെ. ഖുർആനിന്റെ 2-ാം അധ്യായം 38-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചേ ശരിക്കും. എന്നിൽ നിന്നുള്ള മാർഗദർശനം അള്ള പറഞ്ഞിട്ടുണ്ട്, അള്ള തീർത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. പരലോകത്ത് എന്നിട്ട് വിഷമിച്ചിട്ട് കാര്യമല്ല. അള്ള എന്താ പറഞ്ഞത്? എന്നിൽ നിന്ന് എന്ന് ഉറപ്പുള്ളതിനെ പിൻപറ്റിയാ ദുഃഖിക്കണ്ട, ഭയപ്പെടണ്ട. അള്ളാഹു ക്ലിയറായി പറഞ്ഞു, എന്നിൽ നിന്നുള്ളതിനെ ആർ പിൻപറ്റിയോ അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല. ഈ ഒരു പോയിന്റ് ഒരിക്കലും നിഷേധിക്കരുത്. എന്നാൽ ആ ആയത്തിന് നേരെ വിപരീതമായൊരു അർത്ഥമുണ്ട്. അതെന്താ? ആർ എന്നിൽ നിന്നല്ലാത്തതിനെ പിന്തുടരുന്നവോ അവർ ദുഃഖിക്കേണ്ടി വരും, അവർ ഭയപ്പെടേണ്ടി വരും. കണ്ടോ? അവർ ദുഃഖിക്കേണ്ടി വരും, അവർ ഭയപ്പെടേണ്ടി വരും. ഈ ഒരു പോയിന്റ് മറക്കരുത്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് എങ്ങനെ ഉറപ്പിക്കും? അതിനാണ് വഹി. നമുക്ക് വഹിയുണ്ടോ? കാന്തപുരത്തിന് വഹിയുണ്ടോ? ഉണ്ട് എന്ന് ഒരുപക്ഷെ 5 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാം. പക്ഷെ ഇപ്പുണ്ടോ? ഇല്ല. നാളെ ഉണ്ടാവോ? ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ഉണ്ടാവില്ല. സമസ്ത അതൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. കാരണം അവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. ഏതോ ആവട്ടെ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് വഹിയിലൂടെ നൽകുന്ന ദിവ്യബോധനമാകുന്ന സാക്ഷാൽ മതം, ആ മതത്തെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു? ഈ ഒരു വസ്തുത നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആരാ അമ്പിയാക്കൾ? ജനങ്ങളിലേക്ക് നേർക്കുനേരെ വന്നവർ. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാടുകളിൽ ഔലിയാക്കൾ, ബീവിമാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടീം ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു നെറ്റ്വർക്ക്. ഈ ആളുകളെ കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? അവരാരാ? അവർക്ക് ജനങ്ങളുമായുള്ള ബന്ധം എന്താ? അൽ ഉലമാഉ വറസത്തുൽ അംബിയ. ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ, അവർക്ക് ജനങ്ങളുമായുള്ള ബന്ധം എന്താണ്? അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ, അല്ലേ? അമ്പിയാക്കൾ ആരാ യഥാർത്ഥത്തിൽ? നമ്മൾ ശരിക്കൊന്ന് ഈ പോയിന്റുകൾ ഒരിക്കലും നിങ്ങൾ മറന്നുപോകരുത്. ആരാണ് അമ്പിയാക്കൾ? ഔലിയാക്കളുടെയും ഇന്നത്തെ മനുഷ്യ ദൈവങ്ങളുടെയും പ്രത്യേകത എന്താണ്? അവരെ തേടി, പോയിന്റാട്ടോ, നോട്ട് ചെയ്യണം, ഹൃദയത്തിലേക്ക് ശരിക്ക് കൊള്ളിച്ച് എടുക്കണം. ജനങ്ങൾ അവരെ തേടി അവരിലേക്ക് ചെല്ലുക, അല്ലേ? ജനങ്ങൾ അവരെ തേടി അവരിലെ പർണശാലയിലേക്ക് ചെല്ലുക. ഇസ്ലാമോ? അമ്പിയാക്കൾ ജനങ്ങളെ തേടി അവരിലേക്ക് ചെല്ലുക. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു നബി അല്ല നബിയായി തെരഞ്ഞെടുത്തിട്ട്, പോയിന്റ് ആട്ടോ, നോട്ട് ചെയ്യണം, അല്ല നബിയായി തെരഞ്ഞെടുത്തിട്ട് ആ നബി ഒരു ഷെഡ് കെട്ടി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കെട്ടി ആ ബിൽഡിംഗിൽ ഇരുന്ന് മന്ത്രിച്ചൂതി വെള്ളം കൊടുത്ത് ചരട് കെട്ടി ജനങ്ങൾ ക്യൂ നിന്ന് ബർക്കത്തെടുത്ത് തിരിച്ചുപോയ ഒരൊറ്റ സംഭവം മാനവ ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധിക്കും? മാനവ ചരിത്രത്തിൽ നിന്ന് പ്രവാചകന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങി, ഔലിയാക്കളത് ജനങ്ങളത് വിഴുങ്ങി. വ്യത്യാസം മനസ്സിലാക്കണം. ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ്. മുക്കത്ത് ഔലിയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുക്കത്തേക്ക്, CMO മടവൂര് ഒരു ഔലിയുണ്ട് പറഞ്ഞാൽ അങ്ങോട്ട്, ഔലി അങ്ങോട്ട് വരില്ല. ഇസ്ലാം അതല്ല. ഇസ്ലാമിന്റെ ഔലിയാക്കളൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിയവരാ, നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നൂഹ് നബി അലൈഹിസ്സലാം 9.5 നൂറ്റാണ്ട് ജനങ്ങൾക്കിടയിലാ ജീവിച്ച്. ഈ ഒരു പോയിന്റ് മറക്കരുത് നിങ്ങൾ. നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഖുർആൻ അവതരിപ്പിക്കുന്ന കൃത്യമായൊരു പോയിന്റാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി അള്ളാഹു തെരഞ്ഞെടുത്തു. അത് വീട്ടിലിരിക്കുക, രാവും പകലും ഇരുന്നിട്ടില്ല.
നൂഹ് നബി ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നു. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. സമസ്തയിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ആയത്ത് ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സൂറത്ത് നൂഹിലെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരൊറ്റ പണ്ഡിതൻ സമസ്തയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. ആരോട് പറയൂത്? ഈ ആയത്ത് ആരോട് പറയും? ഈ ആയത്ത് പ്രാവർത്തിയാക്കിയ ആരുണ്ടവരുടെ കൂട്ടത്തിൽ? പടച്ചവനെ, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. പടച്ചവനെ, ജനങ്ങളെ രാവും പകലും ഞങ്ങൾ ക്ഷണിച്ചു. എങ്ങോട്ട്? നിന്നിലേക്ക്. സമസ്തക്കാരോ ദർഗകളിലേക്ക്. വ്യത്യാസം മനസ്സിലായോ? ജൂതൻ അവൻ ക്ഷണിച്ചത് ദർഗയിലേക്ക്, ക്രിസ്ത്യാനി അവൻ ക്ഷണിച്ചത് ദർഗയിലേക്ക് അല്ലേ? ഇസ്ലാമോ അദ്ദഅവതു ഇലല്ലാഹ് ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം 108-ാമത്തെ വചനം തെളിവാ പറയുന്നത്. പ്രവാചകരെ പ്രഖ്യാപിക്കുക, എന്റെ മാർഗം ഇതാണ്, ഞാൻ ജനങ്ങളെ നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന സമസ്ത പണ്ഡിതന്മാരെവിടെ? പേരോട് വരുന്നത് എന്തിനാ? ഒരു നാട്ടില് ഔലിയാക്കളെ മാത്രം പറയാൻ, ഖബറിന്റെ മാത്രം പറയാൻ, മുഈജിസത്ത് വിറ്റ് കാശുണ്ടാക്കാൻ, കറാമത്ത് വിറ്റ് കായുണ്ടാക്കാൻ. അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരമണിക്കൂർ അവർ പ്രസംഗിക്കാറുണ്ടോ? ഇതൊക്കെ ജനങ്ങൾ ശരിക്ക് ചിന്തിക്കേണ്ട പോയിന്റാണ്. 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നു. അവർ ജനങ്ങളെ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചവനിലേക്ക് ക്ഷണിച്ചു. സമസ്തക്കാർക്ക് അത് കഴിയുന്നില്ല. കാരണം അമ്പിയാക്കളുടെ പാതയിലല്ല അവർ. ഇവിടുത്തെ പല സംഘടനകൾക്കും അത് സാധിക്കുന്നില്ല, മുജാഹിദുകൾക്കല്ലാതെ. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറും വാക്കല്ല. അമ്പിയാക്കൾ ഏറ് കിട്ടി. അമ്പിയാക്കൾക്ക് ജനങ്ങളിൽ നിന്ന് ഏറ് കിട്ടി. അമ്പിയാക്കൾ ജനങ്ങളെ എറിഞ്ഞില്ല. ആണോ? സമസ്തക്കാരെ മുജാഹിദുകൾ എറിയാറുണ്ടോ? ഇല്ല. സമസ്ത മുജാഹിദുകൾ എറിയാറുണ്ട്. സമസ്തയിലെ പണ്ഡിതന്മാർക്ക് കൂക്കുവിളി കേൾക്കാറുണ്ടോ? ഇല്ല. സമസ്തയിലെ പണ്ഡിതന്മാർ അവരുടെ അനുയായികളെ വിട്ട് മുജാഹിദുകളെ കൂക്കി തോൽപ്പിക്കാറുണ്ട്, അല്ലേ? ഇതാർക്കുള്ള അനുഭവ? പ്രവാചകന്മാർക്കുള്ള അനുഭവമാണ്. പ്രവാചകന്മാരുടെ വഴി സ്വീകരിച്ചവർക്കുള്ള അനുഭവമാണ്. സമസ്തക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുഭവമല്ല. എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിലൊരിക്കലും പ്രവാചകന്മാരുടെ ബാധ ഉൾക്കൊണ്ടിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, ഇത് സംഘടിപ്പിച്ച മുജാഹിദുകളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കണം. അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായം 105-ാമത്തെ വചനം. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുക. നോക്കൂ, ഏതെങ്കിലും ഒരു മുസ്ലിം പേരോട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചതെന്ന് ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഖിയാമത്ത് നാൾ വരെ AP സുന്നികളുടെ ഖുത്ബ കേട്ടിട്ടാണ് ഞാൻ നന്നായത് എന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യനെ ആകാശത്തിന്റെ ചുവട്ടിൽ ഇന്ന് വരെ. എന്തേ പ്രശ്നം? ഇത് ഞാൻ തുറന്ന് പച്ചവെള്ളം ചേർക്കാതെ കലവറയില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. കല്ലേറ് കൊള്ളുന്ന പ്രസ്ഥാനം ഇന്നാരാ? ജമാഅത്തെ ഇസ്ലാമിക്ക് കല്ലേറുണ്ടോ? പോപ്പുലർ ഫണ്ടിന് കല്ലേറുണ്ടോ? ഉണ്ടോ? അവരെ കയ്യിലിരിപ്പുണ്ട് വല്ല സവർണ പാസിറ്റുകൾ എറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉണ്ടാവും. അത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിലല്ല. ആണോ? തൗഹീദ് പറയുന്നതിന്റെ പേരിൽ മടവൂരികൾക്ക് കൂടെ ഏറിയിട്ടുണ്ടോ? ബാക്കിയുള്ളവർക്ക് കൂടെ കിട്ടുന്നുണ്ടോ? തബ്ലീഗ് ജമാഅത്തിന് കിട്ടുന്നുണ്ടോ? ഖാദിയാനക്ക് കിട്ടുന്നുണ്ടോ? അമ്പിയാക്കളും മുഴുക്കെ നൂഹ് നബിയോട് അവർ പറഞ്ഞു, നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലും. ശുഐബ് നബിയോട് അവർ പറഞ്ഞു, കല്ലെറിഞ്ഞു കൊല്ലും. ലഅർജുമന്നക വഹ്ജുർനി മലിയ എന്ന് മഹാനായ ഇബ്രാഹിം നബിയോട് ബാപ്പ പറഞ്ഞു. തായിഫിന്റെ മരണാരണ്യത്തിൽ 10 ദിവസം ഗദ്ഗദകണ്ഠനായി, മുട്ടാത്ത വാതിലുകളില്ല, ആദർശത്തിന്റെ പടപ്പാട്ടുമായി ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങൾക്കെതിരെ തൗഹീദിന്റെ വജ്രായുധവുമായി അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിരുന്നു. ഏതൊരു സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാണോ ആ പ്രവാചക തിരുമേനി പോരാടിയത്, അവരാൽ കല്ലെറിയപ്പെട്ടു, കൂക്ക് വിളിക്കപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു. മുഖത്തു നിന്ന് രക്തം ധാരധാരി ഒഴുകി, കാലിൽ നിന്ന് രക്തമൊഴുകി, ഓടി വൃക്ഷ ചുവടുകളിൽ നിന്ന് അടുത്ത വൃക്ഷത്തിലേക്ക് ഓടേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ട സഖാഫിമാരെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അമ്പിയാക്കളുടെ പാതയിലല്ല. ഞങ്ങൾക്ക് ആ അനുഭവമുണ്ട്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഞങ്ങളുടെ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ പാതയിലാണ്. വിമർശനങ്ങളുണ്ട്, ക്രൂരമ്പുകളുണ്ട്, കൊന്നുകളയുമെന്ന ഭീഷണിയുണ്ട്. എന്തേ കാരണം? ഹക്ക്
ഹക്കായതിനെ ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾ പ്രചരിപ്പിച്ചോ നിങ്ങൾക്കും ഉണ്ടാവും, നിങ്ങൾ പ്രചരിപ്പിച്ചോക്കൂ നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നവരെ നിങ്ങൾ കല്ലെറിഞ്ഞില്ലേ? അതന്നെ. ഇന്നലെ വരെ ഒരെ കെട്ടിപ്പിടിച്ച് കിടന്നായിരുന്നു, ഒരിങ്ങോട്ട് വന്നപ്പോ ഒല കല്ലെറിയാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, അമ്പിയാക്കളെ കല്ലെറിയും എന്നൊരു സമൂഹം പറഞ്ഞു. അമ്പിയാക്കൾ ഞങ്ങൾ നിങ്ങളെ കല്ലെറിയെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കല്ലെറിയുന്നവർ അബൂജഹലിന്റെ മില്ലത്തിലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലല്ല. കല്ലേറ് കൊള്ളുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലാണ്. തൗഹീദിന് വേണ്ടി, ദീനിന് വേണ്ടി, അല്ലാതെ രാഷ്ട്രീയത്തിന്റെ കൊടിയേന്തിന്റെ പേരിലല്ല. അനാരും തെറ്റിദ്ധരിക്കണ്ട, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെയില്ല. ഒരു പോയിന്റൂടെ പറഞ്ഞോട്ടെ ഞാൻ നിങ്ങളോട്. പ്രവാചകന്മാരുടെ ദേവത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പൗരോഹിത്യത്തിന്റെ ദേവത്വം പ്രവാചകന്മാരുടെ ദേവത്വം തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? പ്രവാചകന്മാരുടെ ദേവത്ത് പൗരോഹിത്യത്തിന് വലിയ ക്ഷീണം ഉണ്ടാവും. പൗരോഹിത്യത്തിന്റെ ദേവത്ത് പ്രവാചകന്മാർക്ക് ക്ഷീണം ഉണ്ടാക്കില്ല. മാത്രമല്ല, പൗരോഹിത്യം പിടിച്ചു നിർത്തിയവർ പ്രവാചകന്മാരുടെ പ്രബോധനം സ്വീകരിക്കും. ഒരിക്കലും പ്രവാചകന്മാരുടെ കൂടെ വന്നവർ തിരിച്ചങ്ങോട്ട് പോകുന്ന അനുഭവം അപൂർവങ്ങളിൽ അപൂർവമായല്ലാതെ, ചില ഭൗതിക താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടല്ലാതെ ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിന്റ് ഹുദൈബിയ സന്ധി സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ അവരെങ്ങോട്ട് തിരിച്ചയക്കണ്ട. എന്താ നബി അങ്ങനെ ഒരു ക്രോസ് വെക്കാൻ? നബിക്കറിയാം റസൂലുള്ളാഹിനെ പഠിച്ചിട്ട് ദീനിലേക്ക് വന്നൊരുത്തൻ പിന്നെ ജാഹിലിയത്തിലേക്ക് പോവില്ല. സ്വർഗത്തിന്റെ വഴി തിരഞ്ഞെടുത്താൻ പിന്നെ ഒരു നരകത്തിന്റെ വഴി തിരഞ്ഞെടുക്കില്ല, ഇല്ല. അതുകൊണ്ട് റസൂല് പറഞ്ഞു, ഇവിടെ നിന്ന് വിശ്വസിച്ചിട്ടൊരാൾ അങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേ കണ്ട, ഇനി അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരികയാണെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കുകയും ചെയ്യും. അതും നബിക്കറിയാം. ഹക്ക് മനസ്സിലാക്കി അവിടുന്ന് ഒരുത്തം വന്ന പിന്നെ കൂടാരത്തിലേ പോവില്ല, ഓനേതേ മരുഭൂമി പോയി ജീവിച്ചോളും. അതാണ്. നേരെ മറിച്ച് ഇവിടെയോ സമസ്ത കാലിയായിക്കൊണ്ടേയിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു മഹല്ല് സമസ്തയിലേക്ക് പോവില്ല. കാരണം അമ്പിയാക്കളുടെ പാത സ്വീകരിച്ചവർ അങ്ങനെ പോകുന്ന ചരിത്രമല്ല. ലലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്കല്ലാതെ ഹിദായത്തിൽ നിന്ന് ലലാലത്തിലേക്ക് എന്നത് അപൂർവ സംഭവമാണ്. നേരെ മറിച്ച് മറ്റേതല്ല. വറായിത്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്നത് അമ്പിയാക്കളുടെ പാരമ്പര്യത്തിലുള്ളവർക്ക് മാത്രമാണ്. എന്റെ ഓർമ്മയ്ക്ക് ഞാൻ പറയാം, എറണാകുളത്ത് മുജാഹിദ് പ്രസ്ഥാനം പിരിഞ്ഞതിന് ശേഷം അധികം പ്രത്യേകം പറയാം, മുജാഹിദ് പ്രസ്ഥാനം പിരിയുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കാലം 1992 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് 2003 വരെയുള്ള 10 കൊല്ലം എന്ന് പറഞ്ഞാൽ തൗഹീദിന് കൂച്ചുവലങ്ങിടുന്ന ഒരു ടീം ഇതിന്റെ ഉള്ളിൽ വളർന്നു വന്ന കാലമായിരുന്നു. അവർക്ക് സ്പെഷ്യൽ അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ പറയുന്നത്. പ്രസംഗികരെ ബുക്ക് ചെയ്യും, വൈകുന്നേരം വിളിച്ചിട്ട് പറയുക പരിപാടി ക്യാൻസൽ ചെയ്തു. അവരുടെ ഉദ്ദേശം അന്നത്തെ തൗഹീദി പ്രബോധനം മുടക്കുക എന്നുള്ളത്. ഞാനിത് വെറുതെ പറയുകയല്ല. ആ 10 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്ന ഒഴുക്ക് വളരെ കുറവാണ്. ആ 10 കൊല്ലം പിളരുന്നതിന് മുമ്പുള്ള 10 വർഷം ഇതെല്ലാവരും ചിന്തിക്കണം. മടവൂരികളും അല്ലാത്തവരും കൂടപ്പിറപ്പുകളും സകല മനുഷ്യരും അതേതൊരു സമൂഹത്തിനുണ്ടാകുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, പിഴവുണ്ടാകുക പിഴച്ചവരിൽ നിന്നല്ല, ഹിദായത്തിൽ നിന്ന് പിഴവിലേക്കുള്ള യാത്ര അതുണ്ടാവാം. ശരിക്കും മനസ്സിലാക്കണം. ഏത്? അമ്പിയാക്കളിൽ വിശ്വസിച്ച് അവർ രൂപപ്പെടുത്തിയ ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയിൽ നിന്ന് പിൽക്കാല തലമുറ ശിർക്കിലേക്കുള്ള യാത്ര, അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഹക്കോടുകൂടി മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് വീണ്ടും വളരും. അതാണ് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അറിയുക, മുജാഹിദ് പ്രസ്ഥാനം പിളർന്നതിന് ശേഷമാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വാദപ്രതിവാദം. അതിന്റെ 10 കൊല്ലം മുമ്പത്തെ അവസ്ഥാവിശേഷത്തെ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വാദപ്രതിവാദം നടന്നത് പിളർന്നതിന് ശേഷമുള്ള കാലഘട്ടമാണ്. എന്റെ പിളർന്നതിന് മുമ്പ് തടുക്കുകയായിരുന്നു, വാദപ്രതിവാദത്തിനെതിരെ എഴുതുകയായിരുന്നു, മുഖാമുഖത്തിനെതിരെ എഴുതുകയായിരുന്നു, ഖണ്ഡനമണ്ഡലത്തിനെതിരെ എഴുതുകയായിരുന്നു. അവരാണ് ഈ പ്രസ്ഥാനത്ത് നിന്ന് പിരിഞ്ഞുപോയവർ. അവർ പോയപ്പോ സുഗമമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന യാത്ര. കഴിഞ്ഞ 30 കൊല്ലങ്ങൾക്ക് മുമ്പില്ലാത്ത വിപ്ലവം. 250-ലധികം മുസ്ലിയാക്കന്മാർ മുജാഹിദായി. ജമാഅത്തെ ഇസ്ലാമി പോയില്ല, പോപ്പുലർ ഫണ്ട് പോയില്ല. മടവൂരികളിലേക്ക് ഒരൊറ്റ മുസ്ലിയാരെ
വയനാട്ടിൽ നിന്ന്. അത് തന്നെ എന്തുകൊണ്ട്? അയാൾക്ക് വയനാട്ടിൽ കൂടുതൽ മടപൂരികൾ ഉള്ളിടത്ത് പെട്ടുപോയതുകൊണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. 250ഓളം മുസ്ലിയാക്കന്മാർ എന്റെ ഓർമ്മയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ചെറുതും വലുതുമായി ഈ 10 കൊല്ലത്തിനുള്ളിൽ വന്നു. സഹോദരങ്ങളെ, എന്തുകൊണ്ടവർ ജമാഅത്തെ ഇസ്ലാമി പോയില്ല? എന്തുകൊണ്ടവർ പോപ്പുലർ ഫണ്ട് പോയില്ല? എന്തുകൊണ്ടവർ തബ്ലീഗ് ജമാഅത്ത് പോയില്ല? സൈദ് അബ്ദുള്ള മൗലവിയും അദ്ദേഹത്തിന്റെ മകനടക്കമുള്ളവർ എന്തുകൊണ്ട് മുജാഹിദ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു? ഇത് നിങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പണം കൊടുത്തിട്ടല്ലോ, ഒരിക്കലും അല്ല. അത് മനസ്സിലാകണമെങ്കിൽ ഈ പ്രസ്ഥാനത്ത് നീ ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം. വാദപ്രതിവാദങ്ങൾ. എറണാകുളം ജില്ലയിൽ സമ്മേളനം നടന്നു, പിളർന്ന ഉടനെ അല്ലേ? ആ സമ്മേളനം നടക്കുമ്പോ എത്ര പള്ളി ഉണ്ടായിരുന്നു എറണാകുളത്ത്? ആ സമ്മേളനം നടന്ന് ഇന്ന് ഞാനിവിടെ സംസാരിക്കുമ്പോ 17 പള്ളികൾ ഉദ്ഘാടനം ചെയ്തു. 8 പള്ളികൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, കേരള ചരിത്രത്തിൽ ഒരു മുജാഹിദ് പോക്കറ്റിൽ സുന്നികൾക്ക് പള്ളി ഉണ്ടായി മുജാഹിദുകളൊക്കെ സുന്നിവൽക്കരിച്ചൊരു ചരിത്രമില്ല. നേരെ മറിച്ച് സുന്നിയുടെ പള്ളി, സുന്നി ജമാഅത്തിൽ നടന്ന പള്ളി ഒറ്റയടിക്ക് മുജാഹിദ് പള്ളിയായി മാറിയ അനുഭവം ഇന്നുമുണ്ട്, ഇന്നലെയുണ്ട്, നാളെയുണ്ട്. എന്തുകൊണ്ട്? ഇരുന്ന് ചിന്തിക്കുന്നവർ, നിന്നും ഇരുന്നും കിടന്നും ആലോചിക്കുന്നവർക്ക് അത് ദൃഷ്ടാന്തമുണ്ട്. ഖുർആനിന്റെ മുമ്പിൽ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ചെപ്പ് ചണ്ടികളെ പോലെ മുജാഹിദ് പ്രസ്ഥാനം ഉദ്ധരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനത്തിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുണ്ട് പൗരോഹിത്യ സംഘടനകൾ മുഴുവനും. ഇതിന് വേറെ ഒരു പ്രത്യേകത ഒന്നുമില്ല. ആയത്തുദ്ധരിക്കും, ഹദീസുകൾ ഉദ്ധരിക്കും, ചിന്തിക്കൂ ജനങ്ങളെ എന്ന് പറയും. ജനങ്ങൾ ചിന്തിക്കും, ജനങ്ങൾ കാര്യങ്ങൾ കേൾക്കും, ജനങ്ങൾ മനസ്സിലാക്കും, ജനങ്ങളുടെ മനസ്സ് പരിവർത്തനമാകും. ഇന്നും ഈ പറയുന്ന കുമരലൂർ പ്രദേശത്ത് പോലും മുജാഹിദുകൾ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന AP സുന്നികളുണ്ട്, EK സുന്നികളുണ്ട്. ഞങ്ങളുടെ മയ്യത്തവരുടെ കബറടക്കും, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ കല്യാണം നടക്കും, ഞങ്ങളുടെ വീട്ടിലെ മറ്റ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇടപെടും, മയലിന് ബഹിഷ്കരണം ഉണ്ടാവില്ലേ? ഇതൊക്കെ പേടിച്ചുകൊണ്ടാണ് പലരും ഇങ്ങോട്ട് വരാത്തത്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമ സ്വാബിരീൻ. സ്വർഗ്ഗത്തിൽ കടക്കാൻ എളുപ്പത്തിൽ സാധിക്കില്ല. പരീക്ഷണങ്ങളില്ലാതെ, ത്യാഗമില്ലാതെ, ജിഹാദില്ലാതെ, ക്ഷമയില്ലാതെ, സ്വബരില്ലാതെ, അസുമില്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 142-ാമത്തെ വചനം. അതേ, പീഡിപ്പിക്കപ്പെടാതെ, ബഹിഷ്കരിക്കപ്പെടാതെ, കഷ്ടപ്പെടാതെ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ, സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇനി നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ബാപ്പയുമായി നേർക്ക് നേരെ മറിച്ച് അദ്ദേഹം ഒരു പർണശാല കെട്ടിയിരുന്ന് വലിയൊരു തലപ്പാവം കെട്ടി വലിയൊരു ജുബ്ബയിട്ട് ആളുകൾക്ക് വന്നിട്ട് ചുരുക്കൊടുത്തൊരു തങ്ങളായിരുന്നില്ല. റോട്ടിലിറങ്ങി, ക്ഷേത്രത്തിൽ ചെന്ന് ദേവത്തെടുത്തി എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ഇന്ത്യ രാജ്യത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി ചെന്ന് തൗഹീദ് പറയാ, മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ കയറി ചെന്ന് ഏകദൈവാരാധനയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക. ഇതവരോടുള്ള സ്നേഹമാണ്. ആ സ്നേഹമാണ് അമ്പിയാക്കൾ വെച്ച് പുലർത്തിയത് സകല മനുഷ്യരോടും. ഇവിടെ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്പിയാക്കൾ ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും അവരുടെ ജാതി, അവരുടെ മതം, ഇതൊന്നും അവർ നോക്കിയിരുന്നില്ല. പുലിയാഹിലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിലഹും ബില്ലത്തി ഹിയ അഹ്സൻ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 64-ാമത്തെ വചനം, 29-ാം അധ്യായം 46-ാമത്തെ വചനം, 16-ാം അധ്യായം 125-ാമത്തെ വചനം, 41-ാം അധ്യായം 33-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം 108-ാമത്തെ വചനം. ഈ വചനങ്ങളിലെല്ലാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അങ്ങനെ ടാർഗറ്റ് ചെയ്ത ഒരു പ്രബോധന രീതി. അല്ലാതെ ഹൈന്ദവർ നരകത്തിൽ പോകട്ടെ, ക്രൈസ്തവർ നരകത്തിൽ പോകട്ടെ, അവർ നരകത്തിൽ പോകട്ടെ. ആമിന, നിന്റെ പേരെന്താ? ആമിന, നങ്ങടുവാ. നിന്റെ പേരെന്താ? ബഷീർ, എന്നാവാ. ഞാൻ എന്നോട് ദേവത്തെടുത്താൻ വന്ന നബിയ എന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ പേരെന്തായാലും നീ മനുഷ്യനാണോ? നിന്റെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, നരകത്തിന്റെ വഴിയിൽ നിന്ന് വിമോചിക്കാൻ, അള്ളാഹുവിലേക്ക് നിന്നെ ക്ഷണിക്കാൻ അല്ലേ? സായി ഭക്തരോട് നമുക്ക് പറയാനുള്ളത് അതാണ്. സായിബാബ മരിച്ചുപോയി, സ്വന്തം കിഡ്നി പോലും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി പോലും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. സ്വശരീരത്തിലെ അനാട്ടമി, ആന്തരിക അവയവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അനാട്ടമി.
ആ ആന്തരിക അവയവങ്ങൾ പോലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേടുവന്നിട്ട് അതറിയാൻ സായിബാബക്ക് സാധിച്ചില്ല. നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. എങ്ങോട്ട്? ഉള്ളാളത്തേക്കല്ല, ഭീമാപള്ളിയിലേക്കല്ല, മൻമത്ത് ബീവിയിലേക്കല്ല, മടവൂരിലേക്കല്ല, ഏർവാടിയിലേക്കല്ല, നാഗൂറിലേക്കല്ല, അജ്മീറിലേക്കല്ല, മദീനയിലേക്കല്ല, മക്കയിലേക്കല്ല. അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. ഏതാണ് ഈ അല്ലാഹു? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس خلق السماوات بغير يمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله. ആ പടച്ചവനിലേക്ക്, സൂര്യചന്ദ്രന്മാർ ആരാധിക്കുന്ന പടച്ചവനിലേക്ക്, ആകാശഭൂമികളുടെ തമ്പുരാനിലേക്ക്, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം 26-ാം അധ്യായം സൂറത്ത് ശുആറ 23-ാമത്തെ വചനം. അതെ, അതാണ് ഫമൻ റബ്ബുകുമാ യാ മൂസ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്ത ഇതാണ് ഈ കുമരനെല്ലൂരിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന ഹൈന്ദവനോട് ആകാശത്തെ സൃഷ്ടിച്ചവൻ ദൈവം. അത് ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, യേശുക്രിസ്തുവല്ല, വേളാങ്കണ്ണി മാതാവല്ല, ഉള്ളാളന്നങ്ങളല്ല, മൊയ്തീൻ ശേഖല്ല, മമ്പറന്നങ്ങളല്ല, ഭീമാവുമിച്ചയല്ല, പെരുമത്ത് ദേവിയല്ല, പടച്ച തമ്പുരാൻ, എന്നെയും നിന്നെയും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവരെയും ഇല്ലാത്തവനെയും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയെയും കൃമികീടങ്ങളെയും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ആയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെയും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തെയും അതിന്റെ ഗർജനം കേട്ട് ഓടി ഒളിക്കുന്ന മാൻപേടയെയും എല്ലാം സൃഷ്ടിച്ച അധിപതിയായ ഡെസേർട്ടിലെ ഒരു മണൽത്തരിക്ക് സ്ഥാനചലനം ഉണ്ടാകുന്നുവെങ്കിൽ അതറിയുന്ന കോടാനുകോടി കാനനങ്ങളിൽ, കോടാനുകോടി വൃക്ഷങ്ങളിൽ, കോടാനുകോടി ശാഖകളിൽ, കോടാനുകോടി ഇലകളിൽ ഒരു ഇല കൊഴിയുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഏകാധിപതിയായ, സ്വച്ഛാധിപതിയായ, പരമകാരുണ്യകനായ, അളവട്ട ദയാപരനായ, ദീദീപികനായ, വിരാട് പുരുഷനായ, ഹിരണ്യഗർഭനായ, ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, ഏകം സദ്ബഹുദ വിപ്രാവദന്തി യോ ദേവാനാം നാമത ഏകേവ അന്തം തമഹ പ്രവിശന്തിയേ സമ്പൂത്യമുപാസതേ തതോഭൂയ ഇവരേ യഹു സമ്പൂത്യമൃതഃ. ഇന്ന് വേദം വളരെ കണിശമായി പഠിപ്പിച്ച ശിർക്കിൽ നിന്ന് മോചിച്ച് ഏകദൈവത്തെ ആരാധിക്കുന്നതിലെ ഇവിടെ പട്ടമിട്ട് പറക്കുന്ന ഈ കൊച്ചു പ്രാണികൾ കണ്ടില്ലേ, അതിനെ രൂപകൽപ്പന ചെയ്ത ആ ഡിസൈനർ ആരോ, ആ സിട്ടാവനെ ആരാധിക്കാൻ. ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അവന്റെ സൃഷ്ടിയാണ്. അവനിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ വായു നൽകിയ, വെള്ളം നൽകിയ, പിടിക്കാനുള്ള കൈ നൽകിയ, നടക്കാനുള്ള കാല് നൽകിയ, കാണാനുള്ള കണ്ണ് നൽകിയ, കേൾക്കാനുള്ള കാത് നൽകിയ, ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ പരമകാരുണ്യകനായ ആ അള്ളാഹുവിനോട് നെഞ്ചകം വെച്ച് പൊട്ടിക്കരഞ്ഞ് തേടാൻ മാനവകുലത്തെ ക്ഷണിക്കുന്ന ആദർശാധിഷ്ഠിത പ്രസ്ഥാനം. മഹിതമാണ് ഈ സന്ദേശം, മഹിതമാണ് ഈ സന്ദേശം. ആർക്കെതിരുമല്ല ഇത്, ആർക്കെതിരുമല്ല, ആരുടെ അവകാശങ്ങൾക്കും എതിരില്ല. പക്ഷേ പൗരോഹിത്യത്തിനൊരു നൊമ്പരമുണ്ടാകും. കാരണം ഏകദൈവ വിശ്വാസമെങ്ങാനും മനുഷ്യർ സ്വീകരിച്ചാൽ പിന്നെ എങ്ങനെ ഖബർ പൂജ, പിന്നെ എങ്ങനെ വിഗ്രഹാരാധന, പിന്നെ എങ്ങനെ കറാമത്ത് വെക്കാൻ കഴിയും, പിന്നെ എങ്ങനെ മൊഴിജത്ത് വെക്കാൻ കഴിയും? ഓർക്കണം നിങ്ങൾ. അതുകൊണ്ട് ഇബ്രാഹിം നബി നിങ്ങൾ നോക്ക്, എനിക്ക് ആശ്ചര്യം തോന്നിയിട്ടുണ്ട് ഇബ്രാഹിം നബിയെ. സത്യം, എബ്രോൺ നഗരത്തിലാണ് ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത്, അല്ലേ? എബ്രോൺ നഗരം ഇന്ന് ജൂതന്മാരുടെ കൈകളിലാണ്. 4 തൗഹീദിന്റെ പട്ടണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 4 കേന്ദ്രം, അല്ലേ? ഒരു 25,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നടന്നിട്ട്, കാൽനടയായി. അല്ലാഹു ചോദിച്ചില്ലേ, ആദര ചോദിച്ചില്ലേ, അതല്ല ഇബ്രാഹിം, ഇത് അല്ലാഹ് കൽപ്പിച്ചതാണോ? അതെ, ആ കൽപ്പന. ഞാൻ ചോദിക്കട്ടെ, ഏത് സഖാഫിയാണ് ഒരു മരുഭൂമിയിൽ നിന്ന് വേറൊരു മരുഭൂമി തൗഹീദ് പറയാൻ പോയത്? സമസ്തക്കാർ ചിന്തിക്കണം, ഫൈസിമാര് ചിന്തിക്കണം, ദാരിമിമാര് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടാ പലരും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടാ എന്നും ഓൾ ഇന്ത്യ തെക്ബീർ തൊഴിലാളികളുടെ തെക്ബീർ കേട്ട് ചിരിച്ചു കളിച്ച് കയറാനല്ലാതെ ഒരു സൂചിപ്പൊട്ടുകൊണ്ടൊരു വേദന. എന്നാൽ അമ്പിയാക്കൾ എങ്ങനെയാ? അമ്പിയാക്കളുടെ തലയടിച്ച് ഛേദിക്കപ്പെട്ടു. യഹിയാ നബി ആദ്യമായിട്ട് അങ്ങാടിയിൽ ഇറങ്ങി തൗഹീദ് പറഞ്ഞു, പിന്നെ പറയാൻ തല ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്രസംഗം, ഫസ്റ്റ് തലരിയൽ. പരിശോധിച്ചു നോക്ക്, വേദങ്ങൾ പരിശോധിക്കും. യഹിയാ നബി, അതും പ്രാർത്ഥിച്ച് നേടിയ സക്കരിയ നബി, അല്ലേ?
യഹ്യാ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ എന്ന അല്ലാഹ് സൂറത്ത് മറിയമിൽ പറഞ്ഞ ആ യഹ്യാ നബി ഒറ്റ തവണ അങ്ങാടിയിൽ ഇറങ്ങി തൗഹീദ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പോയി തല. സക്കരിയ നബിനെ കൊന്നതെങ്ങനെ? അമ്പിയാക്കളെ കൊന്നതെങ്ങനെ? ആ അമ്പിയാക്കളുടെ പാതയാണ് സമസ്തയുടെ എന്ന് പറഞ്ഞാൽ ഖുർആൻ വായിച്ചൊരു മനുഷ്യനെയും അത് വിശ്വസിക്കാൻ കിട്ടില്ല. ഖുർആൻ വായിക്കുന്ന ഒരു മനുഷ്യനെയും അത് സ്വീകരിക്കാൻ കിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ എന്ന വചനം ഖുർആനിലുള്ളതാ. 26-ാം അധ്യായം 41-ാം അധ്യായം 26-ാമത്തെ വചനം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നിടത്ത് കൂക്കിക്കോളിയടാ എന്ന് കാഫിറുകൾ പറഞ്ഞു. അബൂജഹലും കൂട്ടരും പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നിടത്ത് കൂക്കി ബേളുണ്ടായിക്കോളി, നിങ്ങൾക്ക് വിജയിക്കാം. ഈ തത്വം അതുപോലെ സ്വീകരിച്ചവരാണ് കേരളത്തിലെ സമസ്തക്കാര്. മുജാഹിദുകൾ ആയത്തുദ്ധരിക്കുന്നിടത്ത് കൂക്കുക. RSS കൂക്കാറില്ല, ബജ്റംദള് കൂക്കാറില്ല, ശിവസേന കൂക്കാറില്ല, ക്രൈസ്തവര് കൂക്കാറില്ല, മജൂസികൾ കൂക്കാറില്ല, ജൂതന്മാര് കൂക്കാറില്ല, കമ്മ്യൂണിസ്റ്റുകാര് കൂക്കാറില്ല, APK സുന്നികൾ കൂക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ കാഫറുകളാ? വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. കാഫറുകൾ പറഞ്ഞു ഖുർആൻ ഓതുന്നിടത്ത് കൂക്കി ബേളുണ്ടായിക്കോളി, നിങ്ങൾക്ക് ജയിക്കാം. കാരണം ആയത്തിന്റെ അവസാനത നിങ്ങൾക്ക് ജയിക്കാം. കാരണം ആയത്ത് ഓതുന്നിടത്ത് ജയിക്കാൻ ഓലെ കയ്യിൽ ആദർശമല്ല, കൂവല്ലാതെ. ഇത് അല്ലാഹ് വളരെ നേരത്തെ പറഞ്ഞു. ഈ സ്വഭാവം കേരളത്തിലായിരിക്ക, മുജാഹിദുകളൊക്കെ ഏതായാലും അല്ല, ഇത് സമസ്തക്കാർക്കാ. അപ്പൊ നിങ്ങൾ അറിയുക, അബൂജഹലിന്റെ മില്ലത്തിലാകുന്നു നിങ്ങൾ, ഉമ്മത്ത മുഹമ്മദിലല്ല. നിങ്ങളെല്ലാ കർമ്മവും അബൂജഹലുമായിട്ടാണ് ബന്ധം. ഞാൻ തെളിയിച്ചു തരാം. A to Z നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ലോകത്താരുമായി നിങ്ങൾക്ക് സാദൃശ്യമുണ്ടോ? അത് നമ്രൂദ്, ഫിറൗന്, ഹാമാന്, അബൂജഹല്, അബൂലഹബ്. ഞാൻ തെളിയിച്ചു തരും. ആയത്തുദ്ധരിച്ചു തെളിയിച്ചു തരും, ഹദീസ് ഉദ്ധരിച്ചു തെളിയിച്ചു തരും. നിങ്ങൾ പുനർചിന്തിക്കണം. ഇനിയും നിങ്ങളുടെ പൗരോഹിത്യത്തിന്റെ കരാളാസ്തങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഇത് ഞാൻ നിങ്ങളോട് വളരെ ഹൃദയത്തിൽ തട്ടി. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വെറുപ്പുണ്ടാവും, ഇന്ന് നിങ്ങൾക്ക് ദേഷ്യം തോന്നും, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ മഹ്ശറയിൽ നിങ്ങൾ ഏറ്റവും വെറുക്കുക നിങ്ങളുടെ ഉസ്താദുമാരെയായിരിക്കും. നിങ്ങൾ അന്ന് പടച്ചവനോട് പറയും, ഞങ്ങളുടെ കാലിനടിയിൽ വാ, ചവിട്ടി അവരുടെ തല ഈ തീയിൽ ഞങ്ങൾ താഴ്ത്തട്ടെ എന്ന് അന്ന് നിങ്ങൾ കാന്തപുരത്തിനെ കുറിച്ച് പറയും. ഈ പോക്ക് പോവുകയാണെങ്കിൽ, പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ. എന്നാൽ വളരെ ഗൗരവമായിട്ടാ പറയുന്നത്, എന്നാൽ നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, തിരിച്ചിങ്ങോട്ട് പോരാൻ അവസരം ഉണ്ടാവും.